ഇതുപോലെ തന്നെയാണ് പപ്പടം പൊട്ടിച്ചു വെച്ചത്. ആ പപ്പടം മുഴുവൻ ഞാൻ കഴിച്ചു. ചേട്ടാ, ഒരു പരിപ്പൊഴിച്ചു, ഇനി സാമ്പാർ വരും. വലിയ പപ്പടം തിരുവിതാംകൂറിൽ മാത്രമാണ് കിട്ടുന്നത്. ആ പപ്പടത്തിൽ നിന്ന് ഒടിച്ചു വെച്ച് അതവിടെ ഞാൻ വെച്ചു. ഇല മടക്കുമ്പോ അതിനകത്ത് ബാക്കി പപ്പടം ഇല്ല. പിന്നെ ആരാ ഈ എഴുതിയവനും വളച്ചൊടിച്ചവനുമാണോ ഒന്നത് തിന്ന്? ഇനി പപ്പടം എടുത്തു വെച്ച ആള് ഗ്ലൗസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതേ ആള് തന്നെയാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും വെച്ചത്. അത് മുഴുവൻ ഞാൻ ആദ്യം കഴിക്കും. എവിടെയാണ് ജേർണലിസം പോകുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ചില വാക്കുകളൊക്കെ ഉപയോഗിക്കത്തില്ലേ? അത് ഭാഷയിലെ എൻ്റെ പരിജ്ഞാനക്കുറവ് കൊണ്ട് അങ്ങനെ ഒരു വാക്കായി പോകും. ഉന്നത കുലജാതനൊക്കെ അതാണ്. പക്ഷെ അതിൻ്റെ ഡിസ്ക്രിപ്റ്റ് ഞാൻ ഉടനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഈ ബ്രാഹ്മണൻ, നായർ, നായിഡു, നായരെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ല കേട്ടോ, കാരണം ഞാൻ നായരായതുകൊണ്ട് ഉടനെ പിന്നെ അതെടുത്തലക്കും. നായിഡു, റാവു, ഇങ്ങനെയുള്ള ആൾക്കാര് ഈ പറയുന്ന പിന്നോക്ക സമുദായക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിയോഗിക്കണം. മറിച്ച് മുന്നോക്ക സമുദായങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി ഈ പറയുന്ന പിന്നോക്ക ജാതിയിലുള്ള മന്ത്രിമാരെ നിയോഗിക്കണമെന്ന് പറയുന്ന വിശാലമായ നവോത്ഥാന കാഴ്ചപ്പാടാണ്. അത് ഇല്ലാതാക്കണമെന്നായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം.